ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും AG's ക്രിയേഷൻസിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. നിങ്ങളെല്ലാവരും ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. സച്ചി ഇപ്പോൾ അർച്ചനയുടെ ഭാഗ്യെങ്കിലും കണ്ടുപിടിച്ചതിൻ്റെ സന്തോഷത്തിലാണ്. ഇത്രയും നാളും ഞാൻ അന്വേഷിച്ചിട്ട് ഒരു തുമ്പ് പോലും കിട്ടിയില്ല, എന്നാൽ ഇപ്പോൾ ഈ ഭാഗ്യെങ്കിലും കിട്ടി എന്ന് പറഞ്ഞ് കരയുകയാണ് സച്ചി. സത്യത്തിൽ സച്ചി ഇപ്പോൾ കരയുകയല്ല വേണ്ടത്, സന്തോഷിക്കുകയാണ് വേണ്ടത് എന്ന് ആരതി പറയുന്നുണ്ട്. ഉടനെ സച്ചി പറയുന്നുണ്ട്, എൻ്റെ അർച്ചന ഇപ്പോൾ ജീവനോടെയുണ്ട്, അതിൽ എനിക്കിപ്പോൾ യാതൊരു സംശയവുമില്ല. ഉടനെ ആരതി പറയുന്നു, എന്നാലും ആ ഒരു കോള് കൊണ്ട് ഇത്രയും ഗുണമുണ്ടാകുമെന്ന് ഞാനും വിചാരിച്ചില്ല. ഇത് കേട്ട് ഉടനെ തന്നെ ആ ബാഗ് ഒന്നുകൂടി പരിശോധിക്കുകയാണ് സച്ചി. അപ്പോൾ ആരതി പറയുന്നുണ്ട്, മറ്റെന്തെങ്കിലും കിട്ടുമെന്ന് കരുതി ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കേണ്ട. ഇതുകൊണ്ട് നമുക്ക് ഒരു കാര്യം ഉറപ്പിക്കാം, അന്ന് അർച്ചനയ്ക്ക് തന്നെയാണ് ആ ആക്സിഡൻറ്റ് സംഭവിച്ചിരിക്കുന്നത്. ഇങ്ങനെയൊക്കെ ആരതി പറയുന്നത് കേട്ട് ഇപ്പോൾ സച്ചി പറയുന്നുണ്ട്, എനിക്ക് എന്തായാലും നല്ല പ്രതീക്ഷയുണ്ടെന്ന് പറയുന്നു. ശേഷം കാണിക്കുന്നത് ഇപ്പോൾ കമലയാണ്. കമല ആ ബാഗ് കെട്ടിപ്പിടിച്ച് ഇരുന്ന് കരയുന്നുണ്ട്. കാരണം സച്ചി ഇപ്പോൾ കമലയോട് വന്ന് ആ കാര്യങ്ങളൊക്കെ പറഞ്ഞിരിക്കുകയാണ്. എൻ്റെ മോള് എവിടെയെങ്കിലും ജീവനോടെ ഉണ്ടോ, എൻ്റെ കുഞ്ഞിനെ കാണാൻ എനിക്ക് കൊതിയാകുന്നു എന്നൊക്കെ പറഞ്ഞ് കരയുകയാണെന്ന് കമല. സ്നേഹയും അനക്കയും ഇത് കണ്ട് സങ്കടപ്പെട്ട് നിൽക്കുന്നുണ്ട്. അമ്മ വിഷമിക്കേണ്ട, ഇപ്പോൾ ഒരു സൂചനയെങ്കിലും കിട്ടിയാലോ, ഇതുപോലെ ഒരു ദിവസം അർച്ചന തിരികെ എത്തും എന്ന് ഒരു പ്രതീക്ഷ കൊടുക്കുന്നുണ്ട് ആരതി. എൻ്റെ കുഞ്ഞ് എന്തെങ്കിലും തിരിച്ചു വരുമോ എൻ്റെ ഈശ്വര എന്ന് പറഞ്ഞ് വീണ്ടും കരയുകയാണ് കമല. ശേഷം ഇപ്പോൾ കാണിക്കുന്ന അവന്തികയും മൂർത്തിയെയുമാണ്. രാജീവ് വീട്ടിലേക്ക് തിരിച്ചു വന്നല്ലോ, ഇനി ഒന്നുകൂടി കാണണം എന്ന് അവന്തിക പറയുന്നു. ചത്തെന്ന് കരുതിയാണ് ഞാൻ ആ റോഡിൽ ഉപേക്ഷിച്ചിട്ട് പോകുന്നത് എന്ന് മൂർത്തി പറയുമ്പോൾ, എന്നിട്ട് എന്തായി, ഒരു രാത്രി മുഴുവനും ചോരയിൽ കുളിച്ച് അവിടെ കിടന്നിട്ടും അവൻ ചത്തോ? ഇല്ലല്ലോ, ചില ജന്മങ്ങൾ അങ്ങനെയാണ്, വെട്ടിക്കീറി തള്ളിയാലും പിന്നെയും മുറി കൂടി വരും എന്ന് അവന്തിക പറയുന്നു. ഒരു ശ്വാസം പോലും ഇല്ലാത്ത ശവമാണ് ഞങ്ങളന്ന് അവിടെ ഉപേക്ഷിച്ചിട്ട് പോകുന്നത് എന്ന് മൂർത്തി പറയുമ്പോൾ അവന്തിക പറയുന്നുണ്ട്, അവൻ അങ്ങനെ ചാവുന്ന ഇനമല്ല, ചത്ത് കുഴിയിലേക്ക് എടുത്താലും ശവക്കുഴിയിൽ നിന്നും ജീവൻ വെച്ച് തിരിച്ചു വരുന്ന ഒരു പ്രത്യേക ജന്മമാണ് അതെന്ന് അവന്തിക പറയുമ്പോൾ മൂർത്തി പറയുന്നു, എന്തായാലും ഉടനെ അവൻ സർവീസിലേക്ക് കയറില്ല, ഇനിയൊന്ന് എഴുന്നേറ്റ് വരാൻ ഒരുപാട് സമയം വേണ്ടി വരും എന്ന് മൂർത്തി പറയുമ്പോൾ അവന്തിക പറയുന്നുണ്ട്, അവൻ അങ്ങനെയാണ്, ആ അവസ്ഥയാണ്, സമ്മതിച്ചു, പക്ഷേ ഇനിയാണ് നമ്മൾ അവനെ സൂക്ഷിക്കേണ്ടത്. എല്ലാം അറിയുന്ന രാജീവും ഓർമ്മകൾ നഷ്ടമായ അർച്ചനയും ഒരു കുടക്കീഴിലാണ്, അത് മറക്കണ്ട. രാജീവിന് ഏത് നിമിഷവും സംസാരശേഷി തിരിച്ചു കിട്ടാം, എപ്പോൾ വേണമെങ്കിലും എല്ലാ സത്യങ്ങളും അവൻ അർച്ചനയോട് പറഞ്ഞെന്ന് വരാം എന്നൊക്കെ അവന്തിക പറയുമ്പോൾ മൂർത്തി പറയുന്നു, ഇരുതലയുള്ള വാള് പോലെയാണല്ലോ അത്, ഞാൻ അത്രയ്ക്കും ചിന്തിച്ചില്ല. ഉടനെ അവന്തിക പറയുന്നുണ്ട്, ചിന്തിക്കണം മൂർത്തി, സത്യങ്ങളെല്ലാം അർച്ചന അറിയുന്നതിന് മുൻപ് അർച്ചനയെ ലോക്കാക്കിയേ പറ്റൂ. സച്ചിക്ക് ഇനി ഒരിക്കലും അവളെ കിട്ടരുത്. ഗോകുലിൻ്റെ ഭാര്യയായി അവളെന്നും ആ വീട്ടിലുണ്ടാകണം. രാജീവിൻ്റെ സംസാരശേഷി തിരിച്ചു കിട്ടി ആ കട്ടിലിൽ നിന്ന് എഴുന്നേൽക്കുന്നതിന് മുൻപ് എങ്ങനെയെങ്കിലും അർച്ചനയുടെയും ഗോകുലിനെയും കല്യാണം നടത്തണം എന്ന് അവന്തിക പറയുന്നു. ഉടനെ മൂർത്തി പറയുന്നുണ്ട്, അതിനു മുമ്പ് നമുക്ക് മറ്റൊരു കാര്യമുണ്ട്, ആ അഡ്വക്കേറ്റ് ആരതിയുടെ കാര്യത്തിൽ നമ്മൾ എന്തെങ്കിലും ചെയ്യണം. സച്ചിയുടെ ഇപ്പോഴത്തെ ഏറ്റവും വലിയ ബലം ആരതിയാണ് എന്ന് മൂർത്തി പറയുന്നു. ആ ബലം തകർക്കണം. നാട്ടുകാരുടെയും വീട്ടുകാരുടെയും മുന്നിൽ അവർ രണ്ടുപേരും നാണം കെടുന്ന ഒരു സന്ദർഭം ഉണ്ടാക്കണം. സച്ചിയുടെ വീട്ടുകാർ അവളെ അവിശ്വസിക്കണം. അതിനുവേണ്ടി എന്തും ചെയ്യണം എന്ന് അവന്തിക പറയുമ്പോൾ മൂർത്തി പറയുന്നുണ്ട്, ഇപ്പോൾ കൂടുതൽ സമയം അവർ ഒരുമിച്ച് തന്നെയാണ്. നമ്മുടെ ആളുകളെ ഞാൻ ഏൽപ്പിച്ചിട്ടുണ്ട്, അവരെവിടേക്കാണ് പോകുന്നത് എന്ന് നോക്കാൻ എന്ന് മൂർത്തി പറയുന്നു. സച്ചിയും ആരതിയും ഗോകുലും അർച്ചനയും അവർ 4 പേരുമാണ് ഇപ്പോൾ നമ്മുടെ ടാർഗറ്റ്. നമ്മളറിയാതെ അവരുടെ ജീവിതത്തിൽ ഒരില പോലും അനങ്ങാൻ പാടില്ല എന്ന് പറയുന്നുണ്ട് അവന്തിക. ശേഷം ഇപ്പോൾ സന്ദീപിനെയാണ് കാണിക്കുന്നത്. സന്ദീപ് ആകെ മദ്യപിച്ച് വീട്ടിൽ കിടന്ന് വഴക്കുണ്ടാക്കുന്നുണ്ട്. ഇനി എനിക്ക് സഹിക്കാൻ കഴിയില്ല, മതിയായി, എനിക്ക് സഹിക്കാവുന്നതിൻ്റെ പരമാവധി ഞാൻ സഹിച്ചു എന്ന് പറഞ്ഞ് സന്ദീപിനെ ഇപ്പോൾ മുറിക്ക് പുറത്തു നിന്നും ഇറക്കി വിടുകയാണ് ആതിര. സന്ദീപിനെ ഇപ്പോൾ വീട്ടിൽ നിന്ന് പുറത്താക്കാൻ നോക്കുകയാണ് ആതിര. ഇത് കണ്ട് കമല ചോദിക്കുന്നുണ്ട്, എന്താ ഇത്, നീ എന്താ ഈ കാണിക്കുന്നത്? ഇങ്ങനെ കള്ളു കുടിച്ച് ബോധമില്ലാതെ ഇവൻ ഇനി എൻ്റെ കൂടെ ജീവിക്കേണ്ട, ഇങ്ങനെ ഒരു ഭർത്താവിനെ എനിക്ക് എന്തിനാ എന്നൊക്കെ ആതിര കരഞ്ഞുകൊണ്ട് പറയുന്നു. ഈ ബഹളമൊക്കെ കേട്ട് സച്ചി ഇപ്പോൾ വന്ന് ചോദിക്കുന്നുണ്ട്, ഇവിടെ എന്താ പ്രശ്നമെന്ന്. ഉടനെ ആതിര പറയുന്നുണ്ട്, കല്യാണമോതിരം വരെ വിറ്റിട്ട് ഞാൻ ഇവിടെ ക്ഷമിച്ചതാണ്, പക്ഷേ കള്ളുകൂടി അതെനിക്ക് ക്ഷമിക്കാൻ പറ്റില്ല സച്ചിയേട്ടാ എന്നൊക്കെ പറയുന്നത് കേട്ട് സച്ചി ചോദിക്കുന്നുണ്ട്, നീ എന്തിനിങ്ങനെ ജീവിക്കുന്നത്, നാണം കിട്ട്, നിനക്കൊന്ന് നന്നായിക്കൂടെ എന്ന് സച്ചി ചോദിക്കുന്നു. നല്ലവനായിട്ട് എന്ത് ചെയ്യാനാണ്, നല്ലവനായിട്ട് നിങ്ങളിവിടെ ഉണ്ടല്ലോ എന്നൊക്കെ സന്ദീപ് സച്ചിയോട് പറയുകയാണ്. ഇങ്ങനെ കുടിച്ച് നശിക്കാനും മാത്രം ഇവിടെ എന്താ ഉണ്ടായത് എന്ന് കമല സന്ദീപിനോട് ചോദിക്കുമ്പോൾ സന്ദീപ് പറയുന്നുണ്ട്, ഇനി എന്ത് പറ്റാനാ, എല്ലാം പോയില്ലേ എന്ന് സന്ദീപ് പറയുമ്പോൾ അനഘ ചോദിക്കുന്നുണ്ട്, മോളുടെ കാര്യം ഓർത്തെങ്കിലും സന്ദീപിന് കുടിക്കാതിരുന്നൂടെ എന്ന്.
അതോർക്കുമ്പോഴാണ് ഒരു മനസ്സമാധാനത്തിന് വേണ്ടി കുടിക്കുന്നത് എന്ന് സന്ദീപ് പറയുന്നു. പ്രശ്നങ്ങൾക്ക് കള്ളുകൂടിയല്ല പരിഹാരം എന്ന് സച്ചി പറയുമ്പോൾ, ഓ വലിയ ഉപദേശകൻ വന്നിരിക്കുന്നു, ആരും എന്നെ ഉപദേശിക്കാൻ വരണ്ട, ആദ്യം പോയി സ്വന്തം കാര്യം നോക്കടോ എന്നിങ്ങനെ സന്ദീപ് സച്ചിയോട് പറയുകയാണ്. സ്വന്തം കാര്യം മാത്രമല്ല, എനിക്ക് ഈ വീട്ടിലെ എല്ലാവരുടെയും കാര്യം നോക്കിയേ പറ്റൂ എന്ന് സച്ചി പറയുന്നു. ഉടനെ സന്ദീപ് പറയുന്നുണ്ട്, ഞാൻ മാത്രം കൊള്ളരുതാത്തവൻ, നിങ്ങളെല്ലാവരും നല്ലവർ, ഞാൻ ആർക്കും ഒരു ശല്യമാകുന്നില്ല. സച്ചിയല്ലേ നിങ്ങൾക്കെല്ലാം ദൈവം, നിങ്ങൾക്ക് അവനുണ്ടല്ലോ, അത് മതി എന്ന് പറഞ്ഞ് സന്ദീപ് ഇപ്പോൾ അവിടെ നിന്നും ഇറങ്ങിപ്പോകാൻ നോക്കുന്നു. എന്നിട്ട് പറയുന്നുണ്ട്, ഞാൻ എവിടെയെങ്കിലും പോയി ഇരുന്നോളാം എന്ന് പറഞ്ഞ് ഇറങ്ങി പോവുകയാണ് സന്ദീപ്. ഇത് കണ്ട് കമല ഇപ്പോൾ സച്ചിയോട് പറയുന്നുണ്ട്, സന്ദീപിനെ തിരിച്ച് വിളിക്കെന്ന് പറയുന്നു. കെട്ടിവിടുമ്പോൾ തന്നെ തിരിച്ച് വന്നോളും എന്ന് സച്ചി പറഞ്ഞു എന്നും പറഞ്ഞ് സച്ചി അകത്തേക്ക് പോകുന്നു. ഇത് കണ്ട് കരഞ്ഞുകൊണ്ട് ആതിരയും അകത്തേക്ക് പോവുകയാണ്. തുടർന്ന് ഇപ്പോൾ രാജീവിനെയാണ് കാണിക്കുന്നത്. രാജീവ് ഇപ്പോൾ വല്ലാതെ ചുമച്ചുകൊണ്ടിരിക്കുകയാണ്. ശിശിരയാണെങ്കിൽ അവിടെ ഫോണിൽ കളിച്ചുകൊണ്ടിരിക്കുന്നു. ശിശിരയാണെങ്കിൽ രാജീവിൻ്റെ അടുത്തേക്ക് പോകാറേ ഇല്ല. അർച്ചന ഈ ചുമ കേട്ട് അർച്ചന അവിടേക്ക് വരുന്നുണ്ട്. അർച്ചന വന്ന് നോക്കുമ്പോൾ ശിശിരയാണെങ്കിൽ അവിടെ ഫോണിൽ കളിച്ചുകൊണ്ടിരിക്കുകയാണ്. അർച്ചന ഇപ്പോൾ ശിശിരയുടെ അടുത്ത് വന്ന് പറയുന്നുണ്ട്, ചേച്ചി രാജീവ് അവിടെ വല്ലാതെ ചുമയ്ക്കുന്നു എന്നൊക്കെ അർച്ചന വന്ന് പറഞ്ഞിട്ടും ഇതൊന്നും മൈൻഡ് ചെയ്യാതെ ഫോണിൽ തന്നെ നോക്കിക്കൊണ്ടിരിക്കുകയാണ് ശിശിര. ചേച്ചി ചേച്ചി എന്ന് വീണ്ടും അർച്ചന വിളിക്കുന്നുണ്ട്. എന്നാൽ ശിശിര ഇതൊന്നും കേൾക്കുന്നില്ല. രാജീവിന് വീണ്ടും വല്ലാതെ ചുമയ്ക്കുകയാണ്. ഇത് കേട്ടിട്ട് അർച്ചന ഇപ്പോൾ ദേഷ്യം വന്ന് ശിശിരയുടെ ചെവിയിലിരിക്കുന്ന ആ ഹെഡ്ഫോൺ എടുത്ത് കളയുന്നു. ഒരാളകത്ത് ശ്വാസം കിട്ടാതെ മുറിയിലിരുന്ന് ചുമയ്ക്കുമ്പോൾ, ചേച്ചി ഇത് വല്ലതും കേൾക്കുന്നുണ്ടോ എന്നൊക്കെ ദേഷ്യപ്പെട്ട് ചോദിക്കുകയാണ് അർച്ചന. ചേച്ചി അകത്തേക്ക് ചെല്ല് എന്ന് അർച്ചന പറയുന്നുണ്ട്. എന്നാൽ ശിശിര അത് കേട്ട ഭാവം പോലും നടിക്കാതെ അവിടെ തന്നെ നിൽക്കുന്നുണ്ട്. ഇത് കേട്ട് അർച്ചന ഇപ്പോൾ അവിടേക്ക് ആ റൂമിലേക്ക് ഓടി ചെല്ലുകയാണ്. അവിടെ മേശപ്പുറത്തിരിക്കുന്ന വെള്ളം എടുക്കാൻ ശ്രമിക്കുന്നുണ്ട് രാജീവ്. എന്നാൽ രാജീവിൻ്റെ കൈ തട്ടി ആ കുപ്പി താഴേക്ക് മറിഞ്ഞു പോവുകയാണ്. ഈ സമയം അർച്ചന അവിടേക്ക് വരുന്നു. ആ ഫ്ലാസ്ക് എടുത്ത് അതിലിരിക്കുന്ന വെള്ളം കുറച്ച് ഒഴിച്ച് രാജീവിനെ കുടിപ്പിക്കുകയാണ്. അർച്ചന ഇപ്പോൾ വളരെ ദേഷ്യത്തോടെ തന്നെ വന്ന് ശിശിരയോട് പറയുന്നുണ്ട്, ചേച്ചി ഈ കാണിക്കുന്നത് ഒട്ടും ശരിയല്ല. ഒരാൾ അവിടെ പരസഹായം ഇല്ലാതെ അവിടെ കിടന്ന് കഷ്ടപ്പെടുകയാണ്. ചേച്ചിയുടെ ഭർത്താവല്ലേ അത്? രാജീവിൻ്റെ യൂറിൻ ബാഗ് നിറഞ്ഞിട്ട് കുറേ സമയം കഴിഞ്ഞു, അത് നിറയാതെ പെട്ടെന്ന് മാറ്റണമെന്ന് ഡോക്ടർ പറഞ്ഞതല്ലേ എന്നൊക്കെ അർച്ചന പറയുമ്പോൾ ശിശിര പറയുന്നുണ്ട്, എനിക്കെങ്ങും വയ്യ എന്ന് നീ വേറെ ആരോടെങ്കിലും ചെന്ന് പറയുന്നു. ഉടനെ അർച്ചന പറയുന്നുണ്ട്, ഞാനും അമ്മയും അന്യ സ്ത്രീകളാണ്, ചേച്ചിയാണ് രാജീവിൻ്റെ ഭാര്യ, ഇതെല്ലാം ചെയ്യേണ്ടത് ചേച്ചിയാണ്. ഇത് കേട്ട് ശിശിര പറയുന്നുണ്ട്, ഭാര്യയുടെ പദവിയെക്കുറിച്ച് നീ എന്നെ പഠിപ്പിക്കാൻ വരണ്ട, എത്ര കാലം എന്ന് വെച്ചാണ് ഞാൻ ഈ വിഴുപ്പ് അലക്കുന്നത്, മതിയായി എനിക്ക്. ഉടനെ അർച്ചന പറയുന്നുണ്ട്, വീണുപോയ ഭർത്താവിനെ ശുശ്രൂഷിക്കുന്നത് വിഴുപ്പലക്കലാണോ എന്ന് ചോദിക്കുന്നു. ഉടനെ ശിശിര പറയുന്നുണ്ട്, കുറേ കാലം കഴിയുമ്പോൾ അത് ഒരു വിഴുപ്പലക്കലായി തോന്നും, സ്വയം അനുഭവിക്കുമ്പോഴേ അത് മനസ്സിലാകൂ എന്നും ശിശിര പറയുന്നു. ഉടനെ അർച്ചന പറയുന്നുണ്ട്, അച്ഛനെയും അമ്മയും ഭർത്താവിനെയും നോക്കുന്ന ഒരുപാട് സ്ത്രീകളുണ്ട് ഇവിടെ, ഈ ലോകത്തെ ആദ്യത്തെ സ്ത്രീയൊന്നുമല്ല, ചെയ്യുന്നത് ത്യാഗമാണെന്ന് വിചാരിക്കുകയും വേണ്ട എന്ന് പറയുന്നു. ഉടനെ ശിശിര പറയുന്നുണ്ട്, ഒരു ഹോം നേഴ്സിനെ നിർത്താമെന്ന് നേരത്തെ ഞാൻ പറഞ്ഞതല്ലേ, നീ കൂടി ചേർന്നല്ലേ അത് വേണ്ടാന്ന് വെച്ചത്, എന്നിട്ട് കടമയും സ്നേഹവും പഠിപ്പിക്കാൻ വന്നിരിക്കുന്നു. ഇതൊക്കെ കേട്ട് അർച്ചന ഇപ്പോൾ ആകെ ദേഷ്യത്തിലാണ്. അങ്ങനെ ദേഷ്യപ്പെട്ട അർച്ചന പറയുന്നുണ്ട്, ഇങ്ങനെയൊക്കെ ഓരോന്ന് പറഞ്ഞാൽ ചേച്ചിയാണെന്നുള്ള സ്ഥാനം ഞാനങ്ങ് മറക്കും. ഉടനെ ശിശിര ചോദിക്കുന്നുണ്ട്, നീ എന്നെ എന്ത് ചെയ്യാനാടി എന്ന്. ഉടനെ എന്താ മോളെ പ്രശ്നം എന്ന് ചോദിച്ച് ഇപ്പോൾ ശോഭന അവിടേക്ക് വരുന്നു. യൂറിൻ ബാഗ് മാറ്റാൻ ചേച്ചിക്ക് സൗകര്യമില്ലെന്ന് എന്ന് അർച്ചന പറയുമ്പോൾ ശിശിര പറയുന്നുണ്ട്, ഈ കാര്യം പറഞ്ഞ് നീ എന്തിനാ എന്നോട് വഴക്കിടാൻ വരുന്നത്, അത് നിൻ്റെ ഭർത്താവല്ലല്ലോ, എൻ്റെ ഭർത്താവല്ലേ. ഇത് കേട്ട് അർച്ചന പറയുന്നുണ്ട്, എൻ്റെ ഭർത്താവാണെങ്കിൽ ഞാൻ സന്തോഷത്തോടെ ഞാൻ ഇതെല്ലാം ചെയ്യുമായിരുന്നു. രാജീവിനെ നോക്കാൻ ഇവിടെ ചേച്ചി ഉള്ളപ്പോൾ ഒരു ഹോം നേഴ്സിനെ വെക്കേണ്ട കാര്യമില്ല, ചേട്ടനെ നോക്കേണ്ടത് ചേച്ചിയുടെ കടമയാണ്. ഇതിന് കഴിയുന്നില്ലെങ്കിൽ ഒരു ഭാര്യയെന്ന് പറഞ്ഞ് കൂടെ നിൽക്കുന്നത് എന്തിനാ? അവനവൻ്റെ മിനിമം കടമയെങ്കിലും ചെയ്യാതെ ഇതുപോലെ ഫോണും നോക്കി സ്വന്തം കാര്യങ്ങൾ മാത്രം ചെയ്യുന്ന ഒരാളെ ഈ വീട്ടിൽ വേണമോ എന്ന് ഞങ്ങൾക്ക് ആലോചിക്കേണ്ടതുണ്ട് എന്ന് പറഞ്ഞ് അർച്ചന ഇപ്പോൾ റൂമിലേക്ക് പോവുകയാണ്. ശേഷം ഇപ്പോൾ കാണിക്കുന്നത് സച്ചിയും ആരതിയും കൂടി കാറിൽ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഈ സമയം ആരതിക്ക് ഒരു ഫോൺ കോൾ വരുന്നു. അവന്തികയ്ക്ക് അനുകൂലമായിട്ടാണ് സാന്ദ്ര തോമസ് റിപ്പോർട്ട് കൊടുത്തിരിക്കുന്നത് എന്ന് ഉള്ള കാര്യമാണ് ഇപ്പോൾ ഫോണിലൂടെ അവർ അറിയിച്ചിരിക്കുന്നത്. അതിനെപ്പറ്റി സച്ചിയും ആരതിയും കൂടി സംസാരിക്കുന്നുണ്ട്. അതെങ്ങനെ സംഭവിച്ചു? സാന്ദ്ര മേഡം നല്ലൊരു ഓഫീസർ ആണെന്നാണല്ലോ നമ്മൾ വിചാരിച്ചത് എന്ന് സച്ചി പറയുമ്പോൾ ആരതി പറയുന്നുണ്ട്, ഞാനും അങ്ങനെ തന്നെയാണ് കേട്ടത്. ആ പ്രോപ്പർട്ടീസ് എല്ലാം തന്നെ അവന്തികയുടേതാണെന്നാണ് ഇപ്പോൾ പറയുന്നത് എന്നൊക്കെ ആരതി പറയുമ്പോൾ, ഇനിയിപ്പോൾ കേസ് അവർക്ക് അനുകൂലമായി വിധി വരുമോ എന്ന് സച്ചി ചോദിക്കുന്നു. അവരുടെ റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ മാത്രം അങ്ങനെ ചെയ്യാൻ സാധിക്കില്ല. അവരുടെ റിപ്പോർട്ട് തെറ്റാണെന്ന് നമ്മൾ തെളിയിക്കണം. ഇതുപോലുള്ള
അങ്ങനെയുള്ള പല റിപ്പോർട്ടുകളും കോടതിയിൽ നമ്മൾ പൊളിച്ചടുക്കിയിട്ടുണ്ട്. അതുകൊണ്ട് സച്ചി പേടിക്കണ്ട എന്നൊക്കെ പറയുന്നത് കേട്ട് സച്ചി പറയുന്നുണ്ട്. ആരതി പറയുമ്പോൾ സച്ചി പറയുന്നുണ്ട്, ആരതിയുടെ ഈ വാക്കുകളൊക്കെ കേൾക്കുമ്പോൾ എനിക്ക് വല്ലാത്തൊരു ധൈര്യം തോന്നുന്നു എന്നൊക്കെ പറഞ്ഞ് സച്ചി സമാധാനിക്കുന്നുണ്ട്. ശേഷം ഇപ്പോൾ ഗോകുലിനെയും അർച്ചനയുമാണ് കാണിക്കുന്നത്. അർച്ചന നടന്ന സംഭവങ്ങളെല്ലാം തന്നെ ഗോകുലിനെ അറിയിച്ചിരിക്കുകയാണ്. ഇതൊക്കെ കേട്ട് വളരെയധികം സന്തോഷിക്കുന്നുണ്ട് ഗോകുൽ. താൻ ഇപ്പോഴാണ് ശരിക്കും ഒരു വീട്ടമ്മയായത്. അവളുടെ മനസ്സിൽ സ്വാർത്ഥതയുടെ ഒരു വലിയ കൊമ്പുണ്ട്. അത് ഒടിച്ചു കളയണം, എങ്കിലേ അവൾക്ക് നല്ലൊരു ഭാര്യയെ ജീവിക്കാൻ സാധിക്കൂ. അതിന് പറ്റിയ ഏറ്റവും നല്ലൊരു അവസരമാണിത്. താൻ ഇത് നല്ലപോലെ ഉപയോഗിച്ചോളൂ എന്നൊക്കെ ഗോകുൽ ഇങ്ങനെ വളരെ സന്തോഷത്തോടെ പറയുകയാണ് അർച്ചനയോട്. ആ സാഹചര്യത്തിൽ അങ്ങനെ പൊട്ടിത്തെറിച്ച് പോയെന്നേ ഉള്ളൂ എന്ന് അർച്ചന പറയുന്നുണ്ട്. സത്യം പറഞ്ഞാൽ എനിക്ക് തന്നെക്കുറിച്ച് വലിയ അഭിമാനം തോന്നുന്നു. താൻ ഈ കുടുംബത്തിന് ശരിക്കും ഒരു താങ്ങും തണലുമാണ് എന്ന് ഗോകുൽ പറയുന്നു. ഇത് കേട്ട് വളരെയധികം സന്തോഷത്തോടെ നിൽക്കുന്നുണ്ട് അർച്ചന. വരാനിരിക്കുന്ന പുതിയ എപ്പിസോഡുകളുമായി വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.